വണ്ടി ഓടുകയില്ല ഇനി. വെള്ളം കണ്ടോ, റോഡ് നിറച്ച് വെള്ളം കേട്ടോ. മഴ പെയ്ത് വെള്ളം ഓടി വരുന്നുണ്ടോ? എന്നാ വെള്ളം വരെ ഈ സൈറ്റിലേക്ക്. സൈറ്റ് കുളമായി. ഒരാഴ്ച രണ്ടാഴ്ചത്തേക്ക് ഇനി ഇങ്ങോട്ട് നോക്കട്ടെ കേട്ടോ. ഇവിടുത്തെ വർക്കെന്ന് പറഞ്ഞാൽ ഈ സൈറ്റ് ലെവൽ ചെയ്യാനാണ്. ഈ റോഡ് ലെവൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ മുകളിലോട്ട് കയറിയിട്ട് വേണം മണ്ണെടുക്കാൻ സ്ഥലം വീട് വെക്കാനും കണ്ട. മണ്ണെടുക്കുന്ന സ്ഥലം കാണിച്ചതേ. ഇപ്പം വണ്ടി താഴട്ടെന്ന് ഇറങ്ങട്ടെ ജസ്റ്റ്. എന്താ വിഷയം എന്ന് വെച്ചാൽ കാണുന്നവര് മാത്രമേ ഉള്ളൂ. ഇതാണ് സൈറ്റ്. ഇതിലങ്ങോട്ട് കയറിയിട്ട് അങ്ങ് മുകളിൽ കാണുന്ന മണ്ണെടുത്ത് ഇവിടെ ലെവൽ ചെയ്യണം വീട് വെക്കാനായിട്ട്. അതാണ് ഇന്ന് ഇവിടുത്തെ പണി. നിറച്ചും പുല്ല് കയറിയിരിക്കും. ഇത് വെള്ളം ഒഴുകി കണ്ടം പോലെ കിടക്കണം. ഈ കാണുന്ന വഴിയാ, ചെറിയൊരു വഴിയാട്ടോ. ആ വഴിയിൽ മണ്ണെടുത്ത് ലെവൽ ചെയ്യണമെന്നാണ്. ഇവിടെ നിറച്ച് പുല്ല. ജസ്റ്റ് പുല്ലൊന്ന് വലിച്ചു പോവാം. അല്ലെങ്കിൽ എന്താന്ന് ചോദിച്ചാ ഒരു കിണറോ കുഴിയോ ഉണ്ടോന്ന് അറിയത്തില്ല. പുള്ളിക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. ഈ കാണുന്ന ഓച്ച വരച്ചെന്ന് പോവാം. ഇവിടെ കയ്യാലക്കല്ലൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് മാറ്റണമെന്നൊക്കെ പറഞ്ഞു. കയ്യാലക്കല്ല് കിട്ടുമോന്ന് അറിയത്തില്ല. കിട്ടുവാണെങ്കിൽ എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ കാട് കിടക്കാം. ഇതിന് ഇങ്ങനത്തെ കാടായിട്ട് കുഴപ്പമില്ല. ഇതിന്റെ മുകളിലേക്ക് മണ്ണിട്ടാലും വലിയ വിഷയമില്ല. ഇലയല്ലേ. ഇത് ഒരുമിച്ച് വലിച്ചു കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവുകയും ചെയ്യും. താന്നു പോകും. ഇപ്പം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഏതായാലും കുറച്ചങ്ങോട്ട് കയറി നിൽക്കട്ടെ. ഇവിടുത്തെ കാട് കുറച്ച് ഈ ലെവലങ്ങ് ലെവൽ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നേ ഇതിലൂടെ കയ്യാലുണ്ട്, വലിയൊരു കയ്യാലുണ്ട്. ആ കയ്യാലയുടെ കല്ല് പുള്ളിക്ക് വേണം. കല്ലെടുത്ത് മാറ്റിയിട്ട് ഇറങ്ങുന്നത്. ആദ്യം ഇനി അത് മാറ്റിയിട്ടിട്ട് ലെവൽ ചെയ്യാൻ തുടങ്ങാം. കയ്യാലക്കല്ലാണ് കിട്ടാൻ ചാൻസ് കുറവാ. ഇത് നോക്കാം, പറഞ്ഞല്ലേ. കയ്യാലക്കല്ല് കിട്ടുവാണെങ്കിൽ കിട്ടുന്ന കല്ല് കോരിയിട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കിയൊക്കെ ലെവൽ ചെയ്യാം. അങ്ങോട്ട് കയറി നിൽക്കട്ടെ. ഇയാളെ എത്തി അച്ഛനോണ്ട് കയറി എന്നാലേ കിട്ടത്തുള്ളൂ. കയ്യാലക്കല്ലൊക്കെ പാറ്റുന്ന തന്നെ റിസ്ക്കല്ലേ, ചടങ്ങ് കേട്ടോ. കരികല്ലാണേലേ നല്ലപോലെ കിട്ടത്തുള്ളൂ. ഈ കയ്യാലക്കല്ലൊക്കെ വേറെ കുഞ്ഞു കല്ലല്ലേ. ഇളക്കി നോക്കട്ടെ. നല്ല കല്ലാണ്, വലിയ കല്ലാണ് മാറ്റിയിടാം. അതുകൊണ്ട് അവർക്ക് ഉപകാരപ്പെടുമോ എന്ന് അറിയത്തില്ല. കല്ലുണ്ട് കേട്ടോ. അപ്പൊ കയ്യാലക്കല്ല് മൊത്തം പൊളിച്ചിട്ട് ലെവൽ ചെയ്യാൻ തുടങ്ങുവാണേ. വണ്ടിയുടെ വീതിയേ ഉള്ളു സ്ഥലത്തിന്. ഇത് കുറച്ചിങ്ങോട്ട് ഏറി ആക്കിയിട്ട് വേണം ഇനി ലെവൽ ചെയ്യാൻ. ഈ മണ്ണ് മൊത്തം വലിച്ച് താട്ട് കുറച്ച് വലിച്ച് ലെവൽ ചെയ്യുക. താട്ട് വലിച്ച് ആക്കിയിട്ട് വേണം 2 ബക്കറ്റ് കോരാൻ പറ്റുമെന്ന് നോക്കാൻ. ഏകദേശം ഈ കാണുന്ന ഈ ലെവൽ ഇങ്ങനെ പറ്റുക. ഒരു ലെവൽ ആദ്യം ഇങ്ങ് വലിച്ച് മണ്ണ് മാറ്റി ബാക്കി പണി നടക്കത്തുള്ളൂ. കറക്റ്റൊരു വണ്ടി വീതിയേ ഉള്ളൂ സ്ഥലം. നീളത്തിൽ കിടക്കുക, നീളത്തിൽ. കാണുന്ന കയ്യാലക്കല്ല് കിട്ടുന്ന കല്ല് മൊത്തം കോരി എടുക്കും. ലൂസ് മണ്ണാണ്. ഇതിപ്പോ മുകളിലേക്ക് ചെല്ലുമ്പോൾ കട്ടിങ് കൂടും. അപ്പൊ ഇവർക്ക് ഇപ്പൊ എടുക്കാതിരിക്കാനും പറ്റത്തില്ല. അതാ അവസ്ഥ. വേറെ സ്ഥലമില്ലല്ലോ. എടുത്തു തന്നെ രക്ഷയുള്ളൂ. ഇപ്പൊ തന്നെ 5 അടിക്ക് 6 അടി കട്ടിങ് ആയി. മുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു 8 അടി 8-8 അടി കട്ടിങ് വരും. ഇവരുടെ തന്നെ ആയി സ്ഥലം മൊത്തം. ഇതിന്റെ മുകളിലേക്കുള്ളത് ഇവരുടെ സ്ഥലമാണ്. അത് കാരണം പിന്നെ കുഴപ്പമില്ലായിരിക്കണം. മഴ പെയ്താണ് പറ്റി പരിപാടി നടക്കത്തില്ല. ഇതിന്റെ ലൈഫിന്റെ
അപ്പൊ ലൈഫ് പദ്ധതിയുടെ വീട് കിട്ടിയാട്ടോ നമുക്ക്. സാധാരണക്കാരുടെ പണി നമ്മൾ ഇതിനൊരു വലിപ്പിക്കാനൊന്നും പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ തീർക്കുകയും വേണം. അതുമല്ല ചെറിയ സൈറ്റൊക്കെ ചെല്ലുമ്പോൾ താമസം വരും, അതാണ് വിഷയം. പൈസ ഉള്ളവരൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ താമസം പറ്റില്ല, അതല്ലേ എൻ്റെ ഏറ്റവും വലിയ ഇത്. അവർക്ക് സ്ഥലമുണ്ടല്ലോ, വണ്ടിയിട്ട് വട്ടം കറക്കുമോ എന്നെ വേലും കാണിക്കാം, പഴയത് പണി തീരും. ഇങ്ങനെയുള്ള സൈറ്റിൽ പോകുമ്പോൾ എന്നാ ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട്? വണ്ടി നിൽക്കാനുള്ള ഇടയുള്ളൂ. എന്തെങ്കിലും ഒരു സൈഡ് ചേച്ചി നിൽക്കാൻ പറ്റുമെങ്കിൽ എളുപ്പമായി. അപ്പൊ അതൊന്നും നടക്കത്തില്ല. ഈ താഴെ വലിച്ച് ഒരു വണ്ടി വീതി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാവുന്ന മാത്രമായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ വലിച്ച് ആയിക്കൊണ്ടിരിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതെനിക്ക് പറയാനുള്ളത്. ഏതായാലും കുറച്ചുകൂടെ വലിക്കട്ടെ. വലിച്ചു കഴിഞ്ഞ് സൈറ്റിന്റെ ഏകദേശം ഒരു രൂപം ഒക്കെ കാണിച്ചത്. അപ്പൊ അതിന് ഇങ്ങനെ വലിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും. ഇനി ചോറിനാൻ പോയില്ല, ഇനി ചോറിനാൻ പോകും കണക്കോ. ഇവിടെ ഒന്നും കടയില്ല കേട്ടോ. വരുന്ന വഴിക്ക് ചോറിനാന്ന് ചോദിച്ചാൽ അവിടെ കടയൊന്നും ഇല്ലായിരുന്നു. ചോറൊന്നും ആയില്ല. 10-11 ആയപ്പോൾ ഇന്നത്തെ ചോറിനാൻ പോക്ക് കണക്കല്ല. ഇന്ന് ഇത് തീർത്തിട്ട് പോയ രക്ഷയുള്ളൂ. മഴ പെയ്തില്ല, തീർത്തു. അല്ലെങ്കിൽ നാളത്തേനാ ഏകദേശം ഒരു ലെവൽ വെച്ച് വലിക്കുക. ആ ചേട്ടൻ അറിയത്തില്ല, ചേട്ടൻ റോഡ് ലെവൽ വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി കാര്യങ്ങളെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യും. ഏകദേശം ഒരു ഇത്ര രൂപ ആക്കിയിട്ടുണ്ടേ. ഇനി ഒന്നുകൂടെ മുകളിലോട്ട് കയറണം. മുകളിലോട്ട് കയറിയിട്ട് ഇനി ഒന്നുകൂടെ വലിക്കണം. വലിച്ച് വണ്ടി തിരിയാവുന്നവരായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇത്രയും പാൻ ലെവൽ ചെയ്തു. വണ്ടി തിരിയാവുന്ന രൂപത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഫ്രണ്ട് വക്കൻ്റെ പോലിക്കൊണ്ടുവരാം. ഇതിപ്പോൾ അല്ലാതെങ്കിലും പറ്റത്തില്ല. അവിടെ ഈ മുകളിലേക്ക് കയറി ചെല്ലട്ടെ. ആ ചേട്ടൻ്റെ കണക്ക് വെച്ച് ഈ പൊക്കത്ത് വരുമ്പോൾ അവിടെ തെളിയായിരിക്കും മണ്ണ്. തെങ്ങിയോ എന്നുള്ളതല്ല, അത് ചെയ്താലാ വിഷയം. ഞാനിപ്പോ സെന്ററിൽ നിന്ന് അങ്ങ് എടുക്കുക. രണ്ടുപേരും അതിലായണ്ടേ. ആരെങ്കിലും ബിജായിട്ട് വരുന്നതിന് മുന്നേ അതിലെടുക്കരുത്. ലൂസ് മണ്ണാ, ലൂസ്. ഇപ്പൊ ലൂസ് മണ്ണാ. മട്ടി കാണാതിരുന്നാ മതിയായിരുന്നു. ചെറിയ വട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അങ്ങ് തള്ളി വിടുക. അത് മണ്ണാത്ത് ഇടുന്നില്ല. അത് കുറച്ച് ഏറിയ ആക്കട്ടെ. തൊട്ട ഇടിഞ്ഞ് വീഴുക കേട്ടോ. അമ്മാതിരി മണ്ണ. അതിലേതാന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അതാണ് ഞാൻ സെൻറ്ററിൽ നിന്ന് എടുക്കുന്നത്. അല്ല അതേ സൈഡിലേക്ക് പോകുന്നില്ല. അത് പിന്നെ ലാസ്റ്റ് വല്ലോ കയറ് കെട്ടിയിട്ട് അതിൽ മൊത്തം കംപ്ലീറ്റ് കണ്ടിട്ട് വേണം എടുക്കാൻ. ഞാൻ ലാസ്റ്റ് ആ ചേട്ടൻ തെറ്റിപ്പോയതാ. എഴുതിക്കാലം വന്ന് അതിരി മാന്തിയാന്ന് പറയേണ്ട അവസ്ഥ വരരുതല്ലോ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു ഈ ഏരിയ കണ്ടെങ്കിൽ കണക്ക് ഈ വീതി കണ്ടെങ്കിൽ എടുക്കുമോ മുകളിലേക്ക്. ഒരു ട്രിപ്പോടെ വച്ചാൽ ആവുമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. വണ്ടി തിരിക്കാനുള്ള സ്പേസ് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ എങ്ങനെയും കുത്തിക്കയറ്റി മണ്ണ് വലിച്ച് ഫ്രണ്ട് വക്കൻ്റെ തള്ളി കയറ്റിയാണല്ലോ എടുക്കാം. ഇപ്പം ചെയ്യാൻ വന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലെവലങ്ങ് പിടിച്ചിട്ട്
ഇവിടുത്തെ ഒരു വഴി പോലെ ആക്കിയിട്ട് അവിടുന്ന് മണ്ണെടുത്ത് ബാക്ക് റിവേഴ്സ് ഇറങ്ങിയാൽ ഇവിടെ കൊണ്ട് കുത്താം. അതേ ഇപ്പം നടപടിയുള്ളൂ. അങ്ങനെ ചെയ്താൽ പണി ശരിയാകത്തുള്ളൂ, അല്ലെങ്കിൽ താമസമായിരിക്കും. അങ്ങനെ ചെയ്യാം. അതൊരു ഐഡിയ ഇപ്പം തോന്നിയതാണ്. വലിച്ചോണ്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും പെയ്യും, പനിയും തീരത്തില്ല. അതൊരു പ്രശ്നമാവും, താമസമാവും. ഇങ്ങനെ ആകുമ്പോൾ അവിടെ മണ്ണിടാൻ മണ്ണ് തികയാൻ തോന്നും കേട്ടോ. ഇപ്പം ഇത്ര നേരത്തെ ചോദിച്ചു നോക്കിയപ്പോഴത്തേന് മണ്ണ് അത്യാവശ്യം തികയും. അവിടെ ഒരു കാനയുണ്ടേ, കാനയല്ല വെള്ളം ഒഴുകുന്ന ചാലുണ്ട്. ആ ചാലിൻ്റെ അതിൻ്റെ ഇപ്പറയല്ലേ വീട് വരുന്നുണ്ടാവും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെ വരെയുള്ള മണ്ണ് തികയെന്ന് എനിക്ക് തോന്നുന്നു. മണ്ണ് തികയും, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ സൈറ്റിൽ അവര് നാളെ കുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പൈസ കിട്ടത്തുള്ളൂ. ഇന്നലെ വൈകിട്ടെങ്ങാണ്ട വിളിച്ചു പറഞ്ഞ പൈസ പണി ഇത് നിങ്ങൾക്ക് സാങ്ഷൻ ആയിരുന്നുണ്ടോ. അങ്ങനെ അതിന്റെ വിട്ടം തന്നെ അവർ വിളിക്കുകയും ചെയ്തു. ഇത് രാവിലെ നമുക്ക് രാവിലെ പണി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ ഏറെ ഇടാനുള്ളത് കൊണ്ടുവെക്കൊണ്ട് കോരിക്കൊണ്ടെന്ന് ഇടാം. അതിപ്പോ നടപടിയുള്ളൂ. ഈ ആ കാണുന്ന ബക്കറ്റിരിക്കുന്ന ആ കയ്യാലപ്പൊക്കല്ലേ പൊങ്ങി വരാനുള്ളോ. പിന്നെ ചെയ്യാൻ പോകുന്ന ഇവിടെ ഒരു വഴി പോലെ ആക്കാൻ പോവാം. വഴി പോലെ ആക്കിയിട്ട് വണ്ടി ഫ്രണ്ട് പോയിട്ട് പോയി മണ്ണ് കോരിക്കൊണ്ട് വരാം. അതായിപ്പോ നടപടിയുള്ളൂ. ഇളകിയ മണ്ണ് കുറച്ച് ആദ്യം കോരിയിട്ട് ഇനി ഇളക്കണം നല്ലപോലെ. ഇളക്കിയിട്ട് ബക്കറ്റ് കോരിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ടിടാം. ലൂസ് മണ്ണാണ്, നല്ല നനവുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടിട്ട് ലെവൽ ചെയ്യാം. കിട്ടാത്ത ലെവൽ ചെയ്യാം. അവർക്ക് ഇവിടെ വീട് വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതി. വേണമെങ്കിലും ചെറിയ വീടായിരിക്കും. ഒരു ഏരിയ വെച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ. നല്ല കൂടുതൽ സമയം കളയുന്നില്ല ഇവിടെ. ഇനി തിരിഞ്ഞ് കയറിയിട്ട് അവിടെ കുറച്ച് ഇളക്കട്ടെ. ഇളക്കിയിട്ട് ബാക്കി ചെയ്യാം. ഇളക്കി കൂട്ടിയിട്ട് ഫ്രണ്ട് വോക്കിന് പോരാം. ഈ സൈഡ് അതിലാട്ടോ, അതിലാ നേരെ സെന്ററിൽ നിന്ന് എടുക്കാം. മൊത്തം ഇളയിപ്പോ മണ്ണ അടിയിൽ മട്ടിയോ. ഒരു 3-4 ലോഡ് ഇളക്കി കൂട്ടിയിട്ട് ഫ്രണ്ട് വോക്കണ്ട് പോരി ഇപ്പൊ ഇട്ടോ തന്നെ കൊണ്ടിടാം. അങ്ങനെ ഇട്ടിട്ട് ലെവൽ ചെയ്യാം. അതൊക്കെ അവിടെ നടക്കത്തുള്ളൂ. നനവായിട്ട് മണ്ണ് കയറുന്നില്ല കേട്ടോ, നമുക്ക് ഇറങ്ങുന്നുണ്ട് ഇവിടെ കിടന്ന്. ഈ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. ഇങ്ങനെയുള്ള സൈറ്റ് ലെവൽ ചെയ്യാൻ കിട്ടിയിട്ട് ഇപ്പൊ എത്ര മാസങ്ങളായെന്നറിയാം. മഴ കാരണം ഒരിടത്തും വീട് പണിയും തുടങ്ങുന്നില്ലായിരുന്നു. കർക്കിടകമൊക്കെ അല്ലേ, ഒരു മനുഷ്യനും വീട് പണി തുടങ്ങുന്നില്ലായിരുന്നു. അത് കാരണം ലെവലിംഗ് ഒന്നും ഇതുവരെ മാസങ്ങളായിട്ട് ലെവലിംഗ് ഇല്ലായിരുന്നു കേട്ടോ. ഈ മഴ തുടങ്ങിയ പിന്നെ ഇപ്പൊ ആദ്യമായിട്ട് കിട്ടിയ അത് കഴിഞ്ഞ് ഈ വർക്ക്. കാര്യം ചെറിയ വർക്കാണേലും ഒത്തിരി മാസങ്ങൾക്ക് ശേഷം പ്ലോട്ടിൽ ലെവൽ ചെയ്യാൻ കിട്ടിയ സ്ഥലം. കുറച്ച് മണ്ണ് ഇളക്കിയിട്ടുണ്ട്. ഇനി അത് വണ്ടി തിരിച്ചിട്ട് അതോടെ കോരിയിടാം. എന്നിട്ട് രണ്ടാമത് ഇങ്ങോട്ട് റിവേഴ്സ് കയറത്തില്ലായിരുന്നു കേട്ടോ. ഈ ഏരിയ മൊത്തം ലെവൽ ചെയ്യാനുള്ള ഫ്രണ്ടിൽ കാണുന്നത്. റിവേഴ്സ് കയറാൻ പാടായി. നനവല്ലേ, ഫ്രണ്ട് കയറിപ്പോലും. ഇവിടെ ഈ വണ്ടി കിടക്കുന്ന നല്ല ലെവലാണ്, പക്ഷെ കുഴിയാന്നേ ഉള്ളൂ. കുഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്, പക്ഷെ ലെവലാ സ്ഥലം. ഫ്രണ്ട് വോക്കണ്ട് ഒരുക്കോരി കൊണ്ടിടാം. കറങ്ങുന്ന
വെള്ളത്തിനകത്ത് മണ്ണ് കയറുന്നില്ല കേട്ടോ, കറങ്ങുവാണ് വെറുതെ. ഇങ്ങനെ കഴിഞ്ഞാൽ ചടങ്ങാവൂടെ. മണ്ണ് ലൂസ് മണ്ണാണ്ട് കിടന്ന് കറങ്ങി കളിക്കുക. കുറേശ്ശെ മണ്ണ കയറുന്നത്. എന്നാ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യാൻ ബാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ കോരാൻ പറ്റും. മടുപ്പായി. വെറുതെ കിടന്ന് കറങ്ങുക. ഇതിന്റെ ഫ്രണ്ട് പോക്കറ്റ് കയറുന്നില്ല കേട്ടോ, വെറുതെ കിടന്ന് കറങ്ങുക വണ്ടി. എന്നാ ചെയ്യുന്നത്? ഞാൻ വണ്ടി നിൽക്കാനുള്ള ഇടയില്ല. ഇങ്ങനെ തന്നെ വലിച്ചു തീർക്കൊണ്ട് വരുമോന്ന് സംശയം. ഫ്രണ്ട് പോക്കറ്റ് കൊണ്ട് തള്ളുമ്പോഴത്തേന് വെറുതെ ടയറൊക്കെ താന്നു പോകുന്നു. പൊടിമണ്ണാണ് അത്. പൊടിമണ്ണും മഴ നനഞ്ഞ് കിടക്കുമല്ലേ, അതാണ് ഒരു രക്ഷയില്ല. വള്ളിക്കെട്ടാവുന്നു എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് കയ്യാലക്കല്ല്, ഇടയില്ലാത്തവർക്ക് കയ്യാലക്കല്ല് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ വണ്ടി എന്താണ് ഈ കയ്യാലക്കല്ലൊക്കെ ഇവർ ഉപയോഗിക്കാൻ എടുക്കൂ. വെറുതെ നമ്മളെ മെനക്കെടുത്താൻ വേണ്ടി ഇങ്ങനെ വലിച്ച് വഴിയാക്കിയേ. ഒന്നൂടെ ഫ്രണ്ട് കയറിപ്പോയി നോക്കാം. കയറുമോന്ന്. അല്ലെ പിന്നെ എന്നാ ചെയ്യുന്നത്? ഫ്രണ്ട് കയറിപ്പോയി മണ്ണെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നനഞ്ഞ് കിടക്കുന്നുണ്ടേ. എന്നാ ചെയ്യുന്നത് ഒരു പിടുത്തം കിട്ടുന്നു. ഇതെല്ലാം വേറെ വഴിയാ നോക്കിയിട്ട് കാണുന്നത്. വലിച്ചു വലിച്ചു കൊണ്ടുവന്നത് എന്ന് തീരുവാണ് ഇപ്പഴേ. ഈ വർഷം തീരുവല്ലേ ഇത്. എങ്ങനെയായാലും മുകളിൽ കയറി ഓരോ ബക്കറ്റ് മണ്ണാണല്ലോ എടുത്തിടാൻ പറ്റുമെങ്കിൽ എളുപ്പം. സംഭവിച്ച് വെറുതെ കിടന്ന് കറങ്ങുവാണ് വണ്ടി. ഒരു മയമില്ലാതെ വെറുതെ കിടന്ന് കറങ്ങുക. ബക്കറ്റെ മണ്ണ് കയറുന്നില്ല, അരബക്കറ്റ് മണ്ണ് കയറുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. കാണുമ്പോൾ ചെറിയതായിട്ടാന്ന് പറയും. ഈ മണ്ണെന്ന് കയറണ്ട, വണ്ടി തിരിയാനും പറയാൻ തരം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയും മറ്റാണെങ്കിലും കയറ്റാം. ഇതിപ്പോ അത് നടപടിയില്ല. ഇത് ഫ്രണ്ട് പോക്കറ്റ് കൊണ്ട് തന്നെ കയറ്റാൻ വേണം. വണ്ടി ഇപ്പൊ ഒരു സൈഡ് ചെരിഞ്ഞ് നിൽക്കുവാണ്. ചെരിഞ്ഞ് നിന്നിട്ട് അതിന്റെ സൈഡ് മാറ്റി കുറച്ച് ലെവൽ ചെയ്യാം. ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയും കാണുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കമ്പും വേരും കാലും കോലും എല്ലാം ഉണ്ട്. ഞാൻ പണിയുന്നിടത്ത് തന്നെ നല്ല സ്പോട്ട് ലൈറ്റ് അടിച്ച പോലെ ഭയങ്കര വെയിലാട്ടോ. ഉണങ്ങിട്ടിട്ടാ മതിയായി. ഇപ്പൊ ഞാൻ ഫ്രണ്ട് പോക്കറ്റിന് പോരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടപടിയില്ലേ. കുറച്ചുകൂടെ വീതി ആവണം, നീളം ആവണം. അല്ലെ പിന്നെ എല്ലാം കൂടെ നടക്കുമല്ലോ. ഞാൻ കുറച്ചുകൂടെ വലിച്ച് ബാക്കിലേക്ക് ഇറക്കുവാ. പിന്നെ സംഭവം ചോദിച്ചാൽ കിടന്ന് കറങ്ങുക വണ്ടി. കുറച്ചുകൂടെ നീളം ആയി കഴിഞ്ഞാൽ ചിലപ്പം മണ്ണ് കയറുമായിരിക്കും. അവിടെ ഇട്ട് മണ്ണ് കയറിയിട്ട് അവിടെ തിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാ. കറക്റ്റ് വീതി കുറവായതുകൊണ്ട് ഒരു രീതിയിൽ പറ്റുന്നില്ല. ഇപ്പൊ ഞാനിപ്പം പറഞ്ഞ അവിടെ ഐഡിയ ഇപ്പോഴും നടക്കത്തുള്ളൂ. പക്ഷെ മണ്ണ് നീളത്തിലാക്കിയിട്ട് ഫ്രണ്ട് പോക്കറ്റിന് കയറ്റുക എന്നുള്ള ഒരൊറ്റ പരിപാടി ഇവിടെ നടക്കണം. വേറൊരു കാര്യം ഇവിടെ നടപടി ഇല്ല. ഇങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. അത് കാണുന്നവർക്ക് അറിയാമായിരിക്കും. അങ്ങനെ ഒരു സൈഡിൽ കൊണ്ടുപോയി കല്ലും കൂട്ടിയിട്ടേക്കാണ്.
കയ്യാലക്കല്ല് എന്നാ കാണിക്കാനാണ് പറഞ്ഞത്. ആ കയ്യാലക്കല്ല് കിടക്കുന്നുണ്ട്, അങ്ങോട്ടും മണ്ണിടാൻ പറ്റുന്നില്ല. അതിൻ്റെ ഓരോ ആവശ്യങ്ങള് എന്ത് ചെയ്യാൻ. ഈ തടിയാണ് നേരെ കുറച്ച് നീളത്തിൽ കിട്ടുമല്ലോ. നീളത്തിൽ കിട്ടുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ അവിടെ കയറുമ്പോൾ ലെവലായിക്കോളും വണ്ടി. വണ്ടി ലെവലായി കഴിയുമ്പം മണ്ണ് കയറുമായിരിക്കും മരമില്ലെങ്കിൽ. അപ്പുറ സൈഡ് കയറ്റമായണ്ട പാട്. ഈ സൈഡിൽ ലെവലാക്കാം വഴിയാക്കി. വേണ്ട അങ്ങോട്ട് മണ്ണ് കോരിക്കോരി ഇട്ടാൽ മതി. വഴി ആക്കിയിട്ടുണ്ട്, വഴി നല്ല ലെവലായിക്കൊണ്ടിരിക്കുക. ഇതിലേ കയറിയിട്ടിടാൻ പറ്റുമെന്ന് നോക്കാം. ഒരാളുടെ മുകളിൽ കയറി തിരിച്ചൊന്നും പോയുള്ള നടക്കത്തില്ല. രണ്ട് കയറിപ്പോയി മണ്ണ് കയറി റിവേഴ്സ് ഇറങ്ങി വന്നിട്ട് ഇവിടെ താഴെ ഇടാനേ പറ്റത്തുള്ളൂ. അതിനുള്ള സ്ഥലമേ ഉള്ളൂ. അതാണ് പ്രശ്നം. കുറച്ച് മണ്ണിടിച്ച് കാണിച്ചിട്ട് കോരിയിടാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇങ്ങനെ നടക്കത്തുള്ളൂ. മട്ടി കേട്ടോ അടിയിൽ നല്ല മട്ടി, മുകളില് ജ്യൂസും ഉണ്ട്. അടിയുള്ളൂ. ഏതായാലും ഇനി കുറച്ചു നേരം പണിയിട്ടെ, ഞാൻ പറഞ്ഞിട്ട് കാണിക്കാം ബാക്കി. ഇപ്പം നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി ആവും. ഓക്കെ, അവിടുന്ന് കുറെ മണ്ണിങ്ങോട്ട് വലിച്ച് താട്ടിട്ടെ. ഞാൻ വഴിയുടെ ലെവല് വലിച്ച് ലെവൽ ചെയ്യുക. ഈ പക്കത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര പൊക്കമാവും. അതുമല്ല ഭയങ്കര കട്ടിങ്ങും കെട്ടൊക്കെ കൂടുതൽ വരും അവർക്ക്. അതെന്നുവെച്ചാൽ സാധാരണക്കാരാ, നമ്മളൊത്തിരി വെറുതെ പണിത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അവർക്കൂടെ ഒരു മെച്ചം ഉണ്ടാകുന്ന രീതിയിൽ പണിതില്ലേ മോശമല്ലേ. അതുകൊണ്ട് വീണ്ടും ഇടിച്ച് കാത്തു വന്നിട്ട് ബാലൻസ് വരുന്ന ഇനിയും മണ്ണ് ആവശ്യം വരുമ്പം മുകളിൽ നിന്ന് കൊണ്ട് പിന്നെ ഇങ്ങോട്ടിട്ട് ലെവൽ ചെയ്യുക. അങ്ങനെ ഇപ്പം ചെയ്യുന്നത് കേട്ടോ. എന്നാ വെച്ചാൽ ഈ സൈറ്റ് മറ്റേ ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന, പഞ്ചായത്തിൽ നിന്ന് കണ്ടെന്ന് കിട്ടുന്ന വീടാണ്. നമ്മൾ ആ ലെവലാക്കാൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് 3 സൈഡും ഭയങ്കര കെട്ട് വരും. അതുമല്ല റോട്ടിൽ നിന്ന് ഒത്തിരി പൊങ്ങി പോയി. റോട്ടിൽ നിന്ന് പൊങ്ങിപ്പോകുന്ന വിഷയമല്ല, പക്ഷെ ഇവർക്ക് കെട്ടാൻ പറ്റില്ല. അതിലിപ്പോൾ ആ റോഡ് ലെവൽ തന്നെ ആക്കി കൊടുക്കുന്നതാണ് നല്ലത്. അവർക്ക് എളുപ്പം അതാണ്, നമുക്കും വലിയ റിസ്ക് ഇല്ല. നമുക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ പണിയല്ലേ കൂടുതൽ വരും. ഇനി അവർക്ക് ഇനി പൊക്കണമെന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ മണ്ണ് മുകളിൽ കിട്ടാൻ മതില്ല. അങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്തായാലും ബാക്കിയുടെ ലെവൽ ചെയ്യട്ടെ, എന്നിട്ട് കാണിക്കാം. ഓക്കെ, ആ മുകളിലേക്കുള്ള വഴി ഇപ്പം എടുക്കുന്നില്ല കേട്ടോ, അത് ലാസ്റ്റ് എടുക്കുന്നുള്ളൂ. ഇവിടെ മണ്ണെല്ലാം ഫില്ല് ചെയ്ത് ഏകദേശം ലെവലായി കഴിഞ്ഞാൽ മണ്ണ് എടുക്കുന്നുള്ളൂ. വഴിയിലെ മണ്ണ് എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എന്നാലും മണ്ണ് ആവശ്യം വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണം. ലൈറ്റ് അത്യാവശ്യം തീരാറായി വരുവായിരുന്നു കേട്ടോ. വീട്ടിൽ മഴ വരുന്നുണ്ട്. മഴ പെയ്ത് ചിലപ്പം ബക്കറ്റിലൊക്കെ വണ്ടി വെള്ളം പറ്റിയിരിക്കുന്നുണ്ട്. മഴ പെയ്തവിടെ വണ്ടി കയറത്തില്ല, ഒന്നാമത് വണ്ടി കയറുന്നില്ല ഇവിടെ. നല്ല അടിപൊളി മഴ കേട്ടോ പെയ്ത് ഇന്നെന്നാലും ഇനി ഇവിടെ നടക്കത്തില്ല. ഇപ്പം ഡീസൽ കൊണ്ട് ഒഴിച്ചേ ഉള്ളൂ. ഡീസൽ ഒഴിച്ചോണ്ടേ മഴ.
എന്നാ ചെയ്യും? അതെ, ഇവിടെ നനവായിരുന്നു. ഇരുണ്ട് മൂടി രാത്രി ആയോല്ലോ ഇപ്പൊ ഇരിക്കുന്നു. പെരും മഴ പെയ്തോണ്ടിരിക്കും. ഇതുണ്ടോ, കാണാമെന്ന് അറിയത്തില്ല, പെരും മഴ. എല്ലാവരും നടക്കത്തില്ല, ഇവിടെ നിർത്തേണ്ടി വരും. വണ്ടി ഓടുകയില്ല ഇനി. അടിപൊളി മഴ, അടിപൊളി. ഇതുണ്ടോ, പണി ഏകദേശം തീർന്നായിരുന്നു. ഇവിടെ ഈ ഭാഗം കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ തീരുവാത്തേ. ഭയങ്കര മഴ പെയ്തു. ഇരുണ്ട് മണിയൊക്കെ തൈറ്റാറിനൊക്കെ ഓടി. ഞാനിതിനകത്ത് കിടക്കുക. എന്നാ ഇവിടെ ചുറ്റിനും മരം കേട്ടോ, കാറ്റും അടിക്കുന്നുണ്ട്. വണ്ടി എടുത്ത് മാറ്റണമെന്ന് എനിക്ക് തോന്നുന്നു. തൈറ്റാറിനെ കണ്ടില്ല. അല്ലെങ്കിൽ മാന്നെഴുതി കാണിച്ചപ്പോഴത്തേക്ക് ഓടി മഴയാന്ന് പറഞ്ഞു. എന്ത് ചെയ്യാ, നിർത്താം. വെള്ളം പെയ്യുന്നുണ്ടോ? നടക്കത്തില്ല, അമ്മാതിരി മഴ കേട്ടോ. എൻ്റെ അമ്മേ, നീ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിർത്തിയേക്കാം. മഴ പെയ്ത് വെള്ളമടി വരുന്നുണ്ടോ? എന്നാ വെള്ളം വരാം ഈ സൈറ്റിലേക്ക്. സൈറ്റ് കുളമായി. ഒരാഴ്ച രണ്ടാഴ്ചത്തേക്ക് ഇനി ഇങ്ങോട്ട് നോക്കട്ടെ കേട്ടോ. എൻ്റെ ദൈവമേ, എന്തോ ഇമ്മാതിരി വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. അത് മൊത്തം ഇതുവഴി ഒഴുകി പോകുന്നു. അതുവഴി ഒരു കാനയുണ്ട്, ആ കാണുന്നൊരു കാനയാണ്. മൊത്തം ഇതിനകത്തോട് ഒഴുകി പോകുന്നത്. ഏതായാലും നിർത്തിയേക്കാൻ പോവാട്ടോ. വെള്ളം കണ്ടോ, റോഡ് നിറച്ച് വെള്ളം കേട്ടോ, ഒരു രക്ഷയില്ല. അയ്യോ, നിറഞ്ഞു കിടക്കും. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ ഓൾ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.